ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കടച്ചക്ക കൊണ്ട് നല്ല അടിപൊളി കറി വെച്ചാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വലിയൊരു കടച്ചക്ക, അത്യാവശ്യം വലുപ്പമുള്ളൊരു കടച്ചക്ക എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമുക്കൊരു തേങ്ങ ചിരവിയെടുക്കാം. കടച്ചക്ക ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ആദ്യം ഒരു തേങ്ങ ചിരവിയെടുക്കാം. ഓക്കെ, നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിന് ഒരു മുറി നമ്മൾ ചിരവി വെച്ചു. ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ വറുക്കാനായിട്ട് നമ്മളൊരു ചെറിയൊരു ചീൻചട്ടി, അത്യാവശ്യം അടി കട്ടിയുള്ളൊരു ചീൻചട്ടി വെച്ചു. ഇതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. ഇതിനകത്തേക്ക് നമുക്ക് നന്നായി എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീയൊന്ന് നന്നായി കുറച്ച് ഇതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്ത് നമുക്ക് എന്നിട്ട് ആദ്യം കുറച്ച് നേരം നമുക്കൊന്ന് കഴുകാതൊന്ന് ഇളക്കി കൊടുക്കാം. അത് ചട്ടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തീ നന്നായി കുറച്ചിടണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചുകൊണ്ടേ ഇരിക്കും. തീ കുറച്ചിട്ട് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മളങ്ങനെ ഇളക്കി കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും, 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലൊരു തേങ്ങയുടെ വറുത്ത സ്മെല്ല്, നമ്മുടെ കൊപ്രയൊക്കെ ഉണ്ടാക്കില്ലേ ആട്ടിൽ, അതുപോലത്തെ ഒരു സ്മെല്ല് വന്നു തുടങ്ങും. അപ്പം നമുക്ക് തീയൊന്ന് നന്നായി കുറച്ചിട്ട് നമുക്കത് ഇച്ചിരി നേരം അവിടെ വെച്ച് നമുക്ക് കടച്ചക്ക നമുക്ക് നന്നാക്കാം. അപ്പം നമ്മുടെ കടച്ചക്കേനെ എടുത്ത് ഇതിന് മുറിച്ച് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി നമുക്ക് നല്ല ഭംഗിയായിട്ട് എടുക്കാം. അതിനിടയ്ക്ക് തേങ്ങയുടെ കാര്യം വിട്ടു കൊടുത്ത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇടണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. അപ്പോൾ അതവിടെ ഇരുന്നാവും. നമുക്ക് കടച്ചക്കയും നന്നാക്കി എടുക്കാം. എനിക്ക് കടച്ചക്ക മുറിക്കാൻ എളുപ്പത്തിന് ഞാനിങ്ങനെ 8 പീസാക്കി ഞാൻ വെച്ചു. എനിക്ക് ഇങ്ങനെയാണ് ചെയ്യാറ്. എനിക്കിതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ഞാനിങ്ങനെ ഇതാക്കി വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ നടുക്കത്തെ സെൻറ്റർ പോർഷൻ നമുക്ക് കളയണം. നമ്മുടെ ചക്കയൊക്കെ കളയണ പോലെ തന്നെ നമുക്കതൊന്ന് കളഞ്ഞെടുക്കാം. നമ്മുടെ തേങ്ങ അപ്പോഴേക്കും നമ്മൾ ചെറിയ ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നുണ്ട്. കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇടാം. കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്നൊരു ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും കടച്ചക്കേനെ നമുക്ക് ക്ലീനാക്കി എടുക്കാം. നമ്മുടെ കടച്ചക്കയുടെ സെൻറ്റർ പോർഷൻ നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ തൊലി കൂടി കളഞ്ഞെടുക്കാം. നമ്മളങ്ങനെ ഒരെണ്ണത്തിന് തൊലി കളഞ്ഞെടുത്തു. കടച്ചക്ക തൊലി കളഞ്ഞ് വേഗം തന്നെ വെള്ളത്തിലിടണം. കടച്ചക്ക ഇങ്ങനെ അധികം നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കളറ് ഇതുപോലെ ഇങ്ങനെ ഒരു കളറ് മാറി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് എല്ലാ പീസും നമുക്കിതുപോലെ തൊലി ചെത്തി എടുക്കാം. പിന്നെ നമ്മുടെ കടച്ചക്ക എല്ലാം തൊലി കളഞ്ഞ് എല്ലാവരും വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. നമ്മളിപ്പോൾ തേങ്ങ ഏകദേശം ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി മുളക് പൊടിയും മല്ലിപ്പൊടിയും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടുമ്പോൾ നമ്മളിങ്ങനെ നിരത്തിയിട്ടിട്ട് തേങ്ങയുടെ മുകളിലേക്ക് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും നമുക്ക് തേങ്ങയുടെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്ത് എരിവിന് അനുസരിച്ചുള്ള ഇതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം എരിവ് വേണം. അപ്പോൾ അതുകൊണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ, ചെറിയ ടീസ്പൂണിന് 1.5 സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണും ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഞങ്ങൾ എരിവ് കഴിക്കുന്നവരാണ്. അപ്പോൾ എരിവ് വേണ്ടാത്തവർക്ക് കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി. ഞങ്ങൾക്ക് എരിവ് വേണം. അതുകൊണ്ട് എനിക്കല്ല, ഇവിടുത്തെ അപ്പച്ചനും എൻ്റെ ഹസ്ബൻഡിനൊക്കെ അത്യാവശ്യം നന്നായി എരിവ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം എരിവ് ഇട്ടു. നന്നായി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി കൈവിടാണ്ട് ഇളക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് മല്ലിപ്പൊടിയും കൂടി ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ഏകദേശം മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായി മൂത്തുണ്ട്. നമുക്ക് സ്മെല്ല് വരും. ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും നല്ലൊരു സ്മെല്ല്, ആ മൂത്ത് നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് നോക്കാം. ഏകദേശം ഇങ്ങനത്തെ ഈ ഒരു ബ്രൗണിഷ് കളർ, നല്ല ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് നമുക്ക് ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. നമുക്കിത് അരച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ നമുക്കിത് നന്നായി തണുക്കണം. അതുകൊണ്ട് നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റി തണുക്കാനായിട്ട് വയ്ക്കാം. അങ്ങനെ കടച്ചക്ക നമുക്കിനി തേങ്ങ ഒക്കെ തണുക്കാൻ വെച്ച് കടച്ചക്ക നമുക്ക് ചെറിയ കഷ്ണം
നമ്മളങ്ങനെ കടച്ചക്ക അരിഞ്ഞെടുത്ത് നല്ല നൈസായിട്ട് തീരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തത്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് വേവാൻ വയ്ക്കാം. നമ്മളങ്ങനെ അടുപ്പത്ത് വെച്ച് ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടിയിട്ടാണ് വെച്ചേക്കുന്നത്. നമുക്ക് ഇനി അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് വേവിക്കാം. കടച്ചക്ക അങ്ങനെ അടുപ്പത്തായിട്ട് നമുക്കിനി തണുക്കാൻ വെച്ചിരുന്ന നമ്മൾ തേങ്ങ നമുക്ക് മിക്സിയിലിട്ട് നന്നായി ഒന്ന് പേസ്റ്റാക്കി, നല്ല പേസ്റ്റായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പം അങ്ങനെ തേങ്ങ ഞാൻ അരച്ചെടുത്തു. ഞാൻ ആദ്യം ജാറിലിട്ട് തേങ്ങ ഒന്ന് ആദ്യം പൊടിച്ചെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നന്നായി വെള്ളം ഒഴിച്ച് കൊടുത്തത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ വീണ്ടും രണ്ടാമത് വെള്ളം ഒഴിച്ച് അങ്ങനെ നല്ല പേസ്റ്റാക്കി എടുത്തു. വേറെ ഒന്നുമില്ല, നമ്മൾ തേങ്ങ വറുത്തതായതുകൊണ്ട് അതിനകത്തിന് മുളക് പൊടി ഇട്ടതുകൊണ്ടും പിന്നെ കുറച്ചിങ്ങനെ ഇങ്ങനെ കല്ലച്ചിങ്ങനെ കിടക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം ഒന്ന് പൊടിച്ചെടുത്ത് നമ്മൾ പിന്നെ അതിനകത്തേക്ക് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട നമുക്ക് സബോള, ഇഞ്ചി, പച്ചമുളക് നമുക്ക് ഇനി ഞാൻ ഇടാറില്ല. പച്ചമുളക് ഞാൻ ഇങ്ങനെ വയ്ക്കുമ്പോൾ പച്ചമുളക് ഇടാറില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളയും നമുക്ക് നന്നാക്കി എടുക്കാം. അങ്ങനെ സബോള അരിഞ്ഞ് വെളുത്തുള്ളി നന്നാക്കി, വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഞാൻ നന്നാക്കി കല്ലിൽ ചതച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് എടുത്തിടാൻ മറന്നത് ഇനി നമ്മളങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ കടച്ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഇങ്ങനെ മഞ്ഞൾപ്പൊടിയും കൂടി നല്ല മഞ്ഞ കളറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചട്ടിയിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ആ ജാറൊന്ന് കഴുകി നമുക്ക് എന്തോരം ചാറിലാണ് വെക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ജാറൊക്കെ ഒന്ന് കഴുകി ഞാൻ ഒഴിച്ചു. അപ്പോൾ അത് ഇങ്ങനെയാണ് നമുക്ക് ചാറതായിട്ട് ഞാനെടുത്തത്. ഇനി നമ്മളിതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നല്ല കുറുകി വരും കേട്ടോ. നമ്മൾ തേങ്ങ വറുത്ത് അരച്ചതായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത അതാണ്. മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വറുത്തതായതുകൊണ്ട് ഇനി ഞാനിപ്പോൾ കാണിച്ചതിന് വ്യത്യാസം വരില്ലേ, നല്ല വ്യത്യാസം വരും. അപ്പോൾ നല്ല ഇങ്ങനെ കുറുകി വരും. അപ്പോൾ ഒന്ന് തിളച്ച് നമുക്കപ്പോൾ ഉപ്പുണ്ടോ എന്ന് നമ്മൾ നോക്കണം. കടച്ചക്കയിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെള്ളം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്ത് ഇച്ചിരി നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഒന്ന് കടച്ചക്ക ഒന്ന് തിളക്കട്ടെ. നമ്മുടെ കടച്ചക്കയിൽ ഞാനങ്ങനെ ഇറക്കി ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ച് അത് നമ്മൾ ഒരു ഇതിൻ്റെ ഇങ്ങനെ പൊങ്ങി വന്നത് കണ്ടത് ഇങ്ങനെ നല്ല രീതിയിലൊരു വെളിച്ചെണ്ണയുടെ പോലെ ഇങ്ങനെ അങ്ങനെ പൊങ്ങി വന്നു. അപ്പോൾ അത് ഞാനങ്ങനെ കഴിഞ്ഞിട്ട് ഞാനത് എടുത്ത് താഴേക്ക് വെച്ച് നമ്മളാദ്യം തേങ്ങ വറുത്ത് നമ്മൾ ആ ചട്ടി എടുത്ത് നമ്മൾ വെച്ച് വെച്ചു. തേങ്ങ വറുത്തുകൊണ്ട് തന്നെ ഉള്ളൊക്കെ അത്യാവശ്യം തറുത്താന്നിരിക്കണം. അപ്പോൾ ഞാൻ ചട്ടി കൂടി കഴുകി വെള്ളം ഒഴിച്ചുകൊണ്ട് വെള്ളം കിടന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് മാറി ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് പൊട്ടിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ സബോള, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില 3 കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുത്തുകൊണ്ടിരിക്കണം. നമുക്ക് നന്നായി വഴത്തായി വരണം വരെ നല്ല മൂത്ത് വരണം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി മൂത്ത് വരഞ്ഞത് ഒന്നും കൂടി ഒന്ന് ആവട്ടെ കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് നല്ല മണം വരുന്നുണ്ട്. സബോള ഒന്നുകൂടി ആവാറുണ്ട്. നമുക്ക് സബോളയും കൂടി ഒന്നായി വരണം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സബോളയും നന്നായി മൂത്ത് നല്ല ബ്രൗൺ കളറായി വന്നത്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നമുക്ക് എന്നിട്ട് ഈ സബോളയും ഇത് നമുക്ക് വേവിച്ച് ചെയ്യുന്ന കടച്ചക്ക കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ താളിപ്പ് നമ്മൾ താളിച്ചത് നമ്മൾ ഇതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പണ്ട് അമ്മമാരൊക്കെ ഇങ്ങനെ കടച്ചക്ക ഇങ്ങനെ വെച്ചിരുന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മായിമ്മയാണത് പഠിപ്പിച്ചത്. പക്ഷേ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി സൂപ്പർ കറിയാണ്. ഒരു തവണ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റാണ് അതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം.